കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിലൂടെയായിരിക്കും എൻ്റെ കുട്ടികൾ എല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവുക. ഈ ഒരു അക്കാദമിക് ഇയറിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വെയിറ്റ് ചെയ്തിരുന്നതും ഈ ഒരു സമയമാണ് അല്ലേ? എന്താണ് ആ സമയം? നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ ടൈം. എല്ലാ സ്കൂൾസിലും ഇപ്പം ഏകദേശം നമ്മുടെ ആർട്സ് ഫെസ്റ്റും അതുപോലെ തന്നെ സ്പോർട്സ് ഡേയും അതേപോലെ തന്നെ നമ്മുടെ ശാസ്ത്രമേളയൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് സ്കൂൾസിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ? ഇപ്പം NMMS USSന്റെ ഒക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് ഒരുവിധം എല്ലാ സ്കൂൾസിലും എല്ലാവരും പറയുന്ന ഒരു കാര്യം, മിസ്സേ ഈ ഒരാഴ്ച ഞങ്ങൾക്ക് ആർട്സ് ഡേ ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് സ്പോർട്സ് ഡേ ആണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാവരും ഒരു ത്രില്ലിംഗ്, ഒരു എൻജോയ്മെന്റ് മൂഡിലായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരു ഡൗട്ടിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അതായത് ഇപ്പം എൻ്റെ സ്കൂളിൽ അടുത്ത ആഴ്ചയാണ് മിസ്സേ ശാസ്ത്രമേളയുള്ളത്, പക്ഷേ ഞാൻ അതിന് പങ്കെടുക്കണം. കുറേ പേര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പം മിസ്സായാലും പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ എക്സിബിഷന് പോകുന്ന സമയത്തായാലും അതുപോലെ തന്നെ ആർട്സ് ഡേക്ക് പോകുന്ന സമയത്തായാലും ഒരുപാട് ക്ലാസ്സസ് മിസ്സാവും അല്ലെ? ഇതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് പറ്റില്ല, അതിനുവേണ്ടി നമുക്ക് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. പക്ഷെ ആ സമയം തന്നെ ക്ലാസ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ക്ലാസ്സിന് പോകണോ അതോ ഈ പറഞ്ഞിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ പോകണോ, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇത് ആലോചിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ടെന്ന് അറിയോ? ഈ പറഞ്ഞിട്ടുള്ള പരിപാടികളിലൊന്നും പങ്കെടുക്കില്ല. അവരിങ്ങനെ മാറി നിൽക്കും. കാര്യം അവർക്ക് കഴിവൊക്കെ ഉണ്ട്, എല്ലാത്തിനും പങ്കെടുത്തു കഴിഞ്ഞാൽ എന്തായാലും പ്രൈസ് ഒക്കെ കിട്ടും, അതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് മക്കളുണ്ട്. പക്ഷെ അവർക്ക് ഇതാണ് കൺഫ്യൂഷൻ. അതായത് എനിക്ക് എൻ്റെ സ്കൂളിലെ ക്ലാസ് മിസ്, ഒപ്പം തന്നെ ഓണം എക്സാം ടഫായി, ഇനി ഞാൻ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ക്രിസ്മസ് എക്സാമും കയ്യിൽ നിന്ന് പോകും. അപ്പം അതുകൊണ്ട് ക്ലാസ് മിസ്സായിട്ടുള്ള പരിപാടിക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എനിക്ക് കഥയൊക്കെ എഴുതാൻ അറിയാം, പക്ഷേ അതിനൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് പീരീഡുകൾ നഷ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പിന്നെ നോട്ട്സ് ഒക്കെ എഴുതാൻ നിൽക്കണം, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് പഠിപ്പിച്ചത്, ചിലതാണെങ്കിലും മനസ്സിലാവൂല. അപ്പൊ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന നമുക്ക് ഉണ്ടാവും. ഇവർക്കൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് സൊല്യൂഷൻ എന്ന് മിസ് പറയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണോ, അതോ ക്ലാസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ മതിയോ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യണോ, എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കാരണങ്ങളൊക്കെ അറിയാൻ വേണ്ടി മിസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി മിസ് കാര്യത്തിലോട്ട് വരാം. അപ്പം നിങ്ങൾ ചെയ്യണം മക്കളെ, ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ചിലപ്പോൾ 1, 2, 3 ചിലപ്പോൾ ഒരാഴ്ചത്തൊക്കെ ക്ലാസ് മിസ്സാവാം, സ്വാഭാവികമാണ്. കാരണം അതിനനുസരിച്ചുള്ള പ്രാക്ടീസ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമാണ്. ഇനിയിപ്പം നിങ്ങളിതിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും നമ്മളിത് കാണാൻ വേണ്ടി പോകില്ലേ? ഇപ്പോൾ മിസ്സിനെന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കാനും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അപ്പം ആർട്സ് ഡേ ആണെങ്കിൽ പോലും മിസ് ഇതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് പോകുന്ന ഒരാളാണ്. പോവണ്ടേ? പോകണം, നിർബന്ധമായിട്ട് പോകണം. കാരണം ഈ ഒരു സ്കൂൾ ടൈമിൽ ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെമ്മറീസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിപാടികൾക്കൊന്നും പോകാനൊന്നും പറ്റില്ലേ നമുക്ക്. അപ്പം അതുകൊണ്ട് ഈ ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എൻജോയ് ചെയ്യാനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിൽക്കണം. അപ്പോൾ ഈ മിസ്സായിട്ടുള്ള ക്ലാസ്സുകൾ എവിടുന്നാണ് കിട്ടുക അല്ലേ? അതിന് നിങ്ങൾ ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ ഒരാഴ്ചത്തെ നോട്ട്സ് ചിലപ്പോൾ എഴുതാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തിനാ പേടി? കാരണം നിങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും എവിടെ ഇരുന്നും ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എക്സാം വിന്നറിൻ്റെ ഈ ഓൺലൈൻ ബാച്ചസിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ചാപ്റ്ററിനെയാണോ നിങ്ങൾക്ക് ക്ലാസ് മിസ്സായത് അതെടുത്ത് കാണാൻ പറ്റും. സോ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരാഴ്ച ക്ലാസ് മിസ്സായെങ്കിലും നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ഒഴിവുള്ള സമയത്ത് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ കാര്യം ഭയങ്കര സിമ്പിളാണ്. അപ്പം നോട്ട് എവിടെ നിന്നാണ് കിട്ടുക? ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൻ്റെയൊക്കെ നോട്ട് അവിടെ തന്നെ കിടപ്പുണ്ടെന്നേ. എല്ലാ നോട്ട്സും നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും ചെയ്യും. നോട്ട്സും കയ്യിൽ കിട്ടി. ഇനി നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എന്തുണ്ടായിരിക്കും? ചാപ്റ്റർ വൈസ് എക്സാംസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഇവാലുവേഷനും കഴിഞ്ഞു. അപ്പോൾ പഠിക്കലും കഴിഞ്ഞു, നോട്ട്സ് കിട്ടലും പരിപാടി കഴിഞ്ഞു, അതുപോലെ തന്നെ ഇവാലുവേഷനും നമ്മുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞു അല്ലേ? ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാവുകയാണെന്നുണ്ടെങ്കിലും എന്തിനുള്ള സൊല്യൂഷൻ ഇവിടെ തന്നെയുണ്ട്. അതൊന്നും മിസ്സാവാതെ നിങ്ങളുടെ സ്റ്റഡീസിനെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും
എഫക്ട് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുക, അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ എക്സാമിനറിന്റെ ഓൺലൈൻ ബാച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കുട്ടികളെല്ലാവരും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം ഈ ആർട്സും സ്പോർട്സും മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോൾ ഫിസിക്കലി എപ്പോഴെങ്കിലും ലീവൊക്കെ എടുക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 ദിവസത്തെ ക്ലാസ് ഒക്കെ മിസ്സാകുമ്പോൾ ഭയങ്കര വിഷമാണ് അല്ലേ? മിസ്സിനൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോവാത്ത ദിവസമായിരിക്കും ഒരു പരാവാര നോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ലാംഗ്വേജസ് ഒക്കെയാണ് കുറേ ചിലപ്പോൾ നോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എഴുതേണ്ടി വരും. ചിലപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഫുൾ ടൈം അല്ലേ നമ്മുടെ ബാച്ചസിലെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. രാവിലെയോ രാത്രിയോ ഉച്ചയ്ക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ എടുത്ത് കാണാവുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കുട്ടികൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ തന്നെ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ അടിപൊളിയായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫീസ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിൽ തന്നെ എൻ്റെ കുട്ടികൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഒരു ക്ലാസ് പോലും മിസ്സാവാൻ നമ്മൾ സമ്മതിക്കരുത്. അഥവാ മിസ്സായാലും അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കും. എന്നിട്ട് അവസാനം നമ്മുടെ ടീച്ചറൊക്കെ നെട്ടണം, ഇവൻ ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എവിടെ നിന്നാണ് ഇവൻ ഇത്രയും മാർക്കെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കണം, ഞാൻ കഷ്ടപ്പെട്ട് എക്സാമിനറിൻ്റെ ക്ലാസ് കണ്ട് പഠിച്ചതാണെന്ന്. അപ്പോൾ ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കാം. അക്കാദമിക്സും നോൺ അക്കാദമിക്സും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു സ്കൂൾ ലൈഫിൽ. അപ്പോൾ അത് രണ്ടും മിസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പ്രോപ്പറായിട്ട് നിങ്ങൾ കിട്ടുന്ന ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അടിപൊളിയായിട്ട് പഠിക്കുക.